അക്രൂവൽ ഓഫ് എക്സ്പെൻസസ് എന്താണ് എന്ന് നോക്കാം. അക്രൂവൽ ഓഫ് എക്സ്പെൻസസ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെ എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ആണ്. അതായത് നമുക്ക് ഒരു മാസത്തെ എക്സ്പെൻസസ് അത് ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷെ ആ മാസം നമുക്ക് അത് പേയ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ആ മന്തില് അതെങ്ങനെയാണ് നമ്മുടെ ബുക്സിൽ കാണിക്കേണ്ടത്, എങ്ങനെയാണ് എൻറ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ അക്രൂവൽ വരുന്നത് നമുക്ക് ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക്, ചെറിയ സ്ഥാപനങ്ങൾക്ക് അത് ആവശ്യമില്ല. അത് നമ്മൾ ക്യാഷ് ഇൻ ഓർ ഔട്ട് വരുമ്പോൾ, ക്യാഷിൽ മൂവ്മെന്റ് വരുമ്പോൾ, ആക്ച്വൽ ക്യാഷ് മൂവ്മെന്റ് വരുമ്പോൾ മാത്രമാണ് ഇവിടെ എൻട്രീസ്. അതുകൊണ്ട് തന്നെ അക്രൂവൽ എൻട്രീസ് ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്ങിൽ ആവശ്യമില്ല. പക്ഷെ അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഈ എൻട്രികൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ രണ്ട് സിനാരിയോസ് കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് സിനാരിയോ നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രിസിറ്റി ബില്ല്, ഓക്കെ, ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് മന്തിന്റെ ഒക്ടോബറിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒക്ടോബർ ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടിയിട്ടില്ല, നോട്ട് റിസീവ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ. അല്ലെങ്കിൽ ഇനിയിപ്പോ രണ്ടാമത്തെ സിനാരിയോ, വി ഹാവ് റിസീവ്ഡ് an electricity bill for the month of October amounting to 750 on 1st November 2020. ഓക്കെ, ഒന്നാമത്തത് നമുക്ക് ബില്ല് കിട്ടിയിട്ടില്ല, അപ്പോൾ നമ്മൾ എന്തെല്ലാം എൻട്രികൾ ചെയ്യണം. രണ്ടാമത്തേതില് നമുക്ക് ബില്ല് കിട്ടിയിട്ടുണ്ട്, പക്ഷെ കിട്ടിയത് നവംബറിലാണ്, ഒക്ടോബറിന്റെ ബില്ല് കിട്ടിയത് നവംബറിലാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സിനാരിയോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ട് സിനാരിയോസിലും നമ്മൾ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രീസ് പാസ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മുടെ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് പ്രോപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതില് ഒന്നാമത്തെ സിനാരിയോയില് ഫസ്റ്റ് സിനാരിയോ പറഞ്ഞത് നോട്ട് റിസീവ്ഡ് ഇലക്ട്രിസിറ്റി ബില്ലാണ്. ഓക്കെ, ഈ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്, വി ഡോണ്ട് നോ ദി എക്സാക്ട് എമൗണ്ട് ഓഫ് ബിൽ ഫോർ ഒക്ടോബർ. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കറിയില്ല. അപ്പം അത് സെക്കൻഡ് സിനാരിയോ ആണ്. ഫസ്റ്റ് വി നോ ദി എക്സാക്ട് എമൗണ്ട്. ഓക്കെ, നമുക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള എമൗണ്ട് അറിയാം, കാരണം നമ്മൾ ബില്ല് കിട്ടി. ഓക്കെ, അത് ഫസ്റ്റ് നവംബറിലാണ് പക്ഷെ കിട്ടിയത്. ഓക്കെ, സോ ഒന്നാമത്തെ സിനാരിയോ വെച്ച് വി നോ ദി എക്സാക്ട് എമൗണ്ട് ഓഫ് ബിൽ ഫോർ ഒക്ടോബർ. ഒക്ടോബറിലെ ബിൽ എമൗണ്ട് നമുക്ക് അറിയാം, അല്ലെങ്കിൽ നമുക്ക് ബില്ല് ഓൾറെഡി വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, സോ ബിൽ എമൗണ്ട്, ലെറ്റ് us assume ബിൽ എമൗണ്ട് 750 ആണ് ഒക്ടോബർ മന്തിലെ. ഈ ഒക്ടോബർ മന്തിലെ 750 നമ്മൾ ഒക്ടോബറിൽ പേയ്മെന്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഒക്ടോബറിൽ പേയ്മെന്റ് ചെയ്യാൻ കഴിയാത്തതാണ് ഇവിടെ അത് അക്രൂവലിലേക്ക് വരാൻ കാരണം. അപ്പോൾ നമ്മൾ ഒക്ടോബർ ബുക്സിൽ അത് എങ്ങനെ എൻട്രി ചെയ്യണം? ഒരേ സമയം നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്കത് എക്സ്പെൻസിൽ കാണിക്കുമ്പോൾ. സോ നമ്മൾ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ എക്സ്പെൻസസ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട് നമ്മൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യാം. ചെയ്തിട്ടില്ലാത്തവർ ചെയ്യാം. ഓക്കെ, അത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എക്സ്പെൻസ് സൈഡിൽ ആണ് വേണ്ടത്. ഓക്കെ, ആ അക്കൗണ്ടിലേക്ക് യൂട്ടിലിറ്റീസ്, പൊതുവെ ഇലക്ട്രിസിറ്റി വാട്ടർ ചാർജസ് ഒക്കെ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ യൂട്ടിലിറ്റീസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക്, ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് ചാർജ് ചെയ്യാണ് 750 ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എമൗണ്ട് കറക്റ്റ് ആയിട്ട് അറിയാം, അതുകൊണ്ടാണ് നമ്മൾ യൂട്ടിലിറ്റീസ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നത്, യൂട്ടിലിറ്റീസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും. ഓക്കെ, പിന്നീട് നമുക്ക് ക്യാഷോ ബാങ്കോ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ കൊടുത്തിട്ടില്ല ക്യാഷ്. അപ്പൊ അത് നമുക്ക് ഒരു ടെമ്പററി അക്കൗണ്ട് ആയിട്ട് ഒരു അക്രൂഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ അക്രൂഡ് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട്, പുതുതായിട്ടൊരു അക്കൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ അക്രൂഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ അക്രൂഡ് യൂട്ടിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്മൾ
ക്രിയേറ്റ് ചെയ്ത് അതിലേക്കാണ് നമ്മൾ ആ എമൗണ്ട് പാർക്ക് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് ചെയ്യുക 750. സോ ഡെബിറ്റ് യൂട്ടിലിറ്റീസ് 750, ക്രെഡിറ്റ് അക്രൂഡ് എക്സ്പെൻസസ് 750. അത് ചെയ്യേണ്ടത് നമ്മൾ ഒക്ടോബർ മന്തിലാണ്. ഓക്കെ, നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല ഒക്ടോബറിൽ, അതുകൊണ്ട് നമുക്ക് അതേസമയം പേയ്മെന്റ് ചെയ്യാത്ത ഒരു എക്സ്പെൻസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൻട്രി പാസ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ക്യാഷോ ബാങ്കോ എഫക്റ്റ് ആയിട്ടില്ല. അതേസമയം നമുക്കൊരു ലയബിലിറ്റി അവിടെ ബാലൻസ് ഷീറ്റിൽ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്, അക്രൂഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു 750 അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നവംബറിൽ നമ്മളത് പേയ്മെന്റ് ചെയ്തു. ഓക്കെ, ഒക്ടോബറിൽ ചെയ്യാത്ത പേയ്മെന്റ് നമ്മൾ നവംബറിലാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് മന്ത്ലി ക്ലോസിംഗ് എല്ലാം ചെയ്യുന്ന ബിസിനസ്സാണ്. നമുക്ക് മിക്കവാറും ഇപ്പോഴത്തെ കമ്പനികളൊക്കെ എല്ലാ കമ്പനികളും മന്ത്ലി ക്ലോസിംഗ് തന്നെ ചെയ്യുന്നുണ്ട്, കാരണം അവർക്ക് മന്ത്ലി റിസൾട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടണം. ഓക്കെ, സോ നവംബർ ബുക്സിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി അവിടെ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒക്ടോബറിൽ, അതിനെ ജസ്റ്റ് റിവേഴ്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ കൊടുക്കുന്നത്, ക്യാഷ് ആണോ ബാങ്ക് ആണോ, അതിനെ ക്രെഡിറ്റ് ചെയ്യാം. ബിക്കോസ് ക്യാഷ് ഇസ് ഗോയിങ്. അപ്പോൾ അക്രൂഡ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്ത് ക്യാഷ് ഓർ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇഫക്റ്റില് എന്തായി, ബാലൻസ് ഷീറ്റില് അക്രൂഡ് ലയബിലിറ്റി 0 ആയി. നമ്മൾ ജസ്റ്റ് ടെമ്പററി ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്തിരുന്നത് ഒക്ടോബറിൽ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു. അതേസമയം ആ പീരിയഡ് മാറ്റത്തിന് വേണ്ടി നവംബറിൽ വന്ന് അതിനെ ജസ്റ്റ് റിവേഴ്സ് ചെയ്തു. നമുക്ക് എന്ത് സാധിച്ചു, നമ്മൾ ഒക്ടോബറിലെ ബില്ല് നവംബറിൽ പേ ചെയ്തതായിട്ട് ഈ 2 എൻട്രീസിലൂടെ പ്രോപ്പറായിട്ട് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ബുക്ക് ചെയ്യും. ഓക്കെ, അതാണ് ഈ അക്രൂവലിന്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിലും ഓക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, രണ്ടാമത്തെ സിനാരിയോ നമ്മൾ പറഞ്ഞത്, നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലിന്റെ എമൗണ്ട് അറിയില്ല. നേരത്തെ എക്സാമ്പിളിൽ നമുക്ക് 750 ആവും എന്നുള്ളത് കൺഫേം ആയിരുന്നു. ഓക്കെ, 750 എക്സാക്ട് എമൗണ്ട് ആണെന്ന് കൺഫേം ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അറിയില്ല, അത് എസ്റ്റിമേറ്റ് ചെയ്യാനേ നമുക്ക് പിന്നെ കഴിയുള്ളൂ. കാരണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒന്ന് ബില്ലിനനുസരിച്ച് ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട്. ഓക്കെ, നമ്മളിവിടെ ഒരു 800 rupees ആണ് വരിക എന്ന് പ്രതീക്ഷിക്കാം ഒക്ടോബറിൽ. ഓക്കെ, നമുക്ക് ബില്ല് കിട്ടിയിട്ടില്ല, എമൗണ്ട് അറിയില്ല. അപ്പൊ നമ്മൾ പഴയ മന്ത്സിലേക്ക്, പ്രീവിയസ് മന്ത്സിലേക്ക് ബിൽസ് എടുത്ത് നോക്കിയിട്ട് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട്, എക്സാക്ട് ആവില്ല എന്ന് ഉറപ്പുണ്ട്, എന്നാലും ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 800 rupees ആണ് എന്ന് തീരുമാനിക്കും. എന്നിട്ട് നമ്മൾ ഈ ഒക്ടോബർ ബുക്സ് എന്തായാലും ക്ലോസ് ചെയ്യണം. കാരണം നമുക്ക് ഈ ബില്ലിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ബില്ല് അല്ലെങ്കിൽ 2 ബില്ല് മറ്റുള്ള ബില്ലുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് 31st of October നമുക്ക് ബുക്സ് ക്ലോസ് ചെയ്തിരിക്കണം. കാരണം നമുക്ക് റിപ്പോർട്ട്സ് മാനേജ്മെന്റിനും റെഗുലേറ്ററി അതോറിറ്റീസിനും ഒക്കെ വിടേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 800 rupees ആണ് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ബുക്ക് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ, നവംബറിൽ ചെയ്തതുപോലെ യൂട്ടിലിറ്റീസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉള്ള യൂട്ടിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് അക്രൂഡ് എക്സ്പെൻസസ് ബാലൻസ് ഷീറ്റിൽ അക്രൂഡ് എക്സ്പെൻസസ് എന്ന ലയബിലിറ്റി സൈഡിൽ കാണുന്ന ഒരു അക്കൗണ്ട് ആണത്. അവിടെയാണ് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അക്കൗണ്ട് ഗ്രൂപ്പ് ലയബിലിറ്റീസിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതർ കറന്റ് ലയബിലിറ്റി എന്നുള്ള ഹെഡിലാണ് അത് വരുന്നത്. ഓക്കെ, അങ്ങനെ അത് അക്രൂഡ് എക്സ്പെൻസിലേക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ട് ഒക്ടോബർ ബുക്സ് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 800 വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്, ബിക്കോസ് വി ഡോണ്ട് നോ ദി എമൗണ്ട്, എക്സാക്ട് എമൗണ്ട്. ഓക്കെ, സോ 800 rupees എക്സ്പെൻസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു, അത് ബുക്ക് ചെയ്ത് ഒക്ടോബർ ബുക്സ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ബില്ല് കിട്ടുന്നത് നവംബറിലാണ്. ഓക്കെ, അപ്പൊ നവംബർ ബുക്സിൽ ബില്ല് കിട്ടിയപ്പോൾ എക്സാക്ട് എമൗണ്ട് വന്നത് 750 ആണ്. ഓക്കെ, നമ്മൾ 800 ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കൊരു 50 രൂപന്റെ ഡിഫറൻസ് കാണിക്കും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ബുക്ക് ചെയ്ത ഫസ്റ്റിൽ ഒക്ടോബറിൽ ബുക്ക് ചെയ്ത ആ ഒരു എൻട്രി നവംബർ ഡേറ്റിൽ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഒരിക്കലും ക്ലോസ് ചെയ്ത ബുക്സ് പോയിട്ട് റിവേഴ്സ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, നവംബറിൽ എന്താണോ എൻട്രി പാസ് ചെയ്തത് അതിന്റെ ജസ്റ്റ് റിവേഴ്സൽ. അതായത് ഇവിടെ ഡെബിറ്റ് യൂട്ടിലിറ്റീസ് ആൻഡ് ക്രെഡിറ്റ് അക്രൂഡ് എക്സ്പെൻസസ് ആണ് നമ്മൾ ഒക്ടോബറിൽ ചെയ്തതെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യുന്നു, ക്രെഡിറ്റ് യൂട്ടിലിറ്റീസ് ആൻഡ് ഡെബിറ്റ് അക്രൂഡ് എക്സ്പെൻസസ്. ഓക്കെ,
അപ്പോൾ ഇതിന്റെ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഒന്നുകൂടെ നമുക്ക് തറവായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓവറോൾ ഇമ്പാക്ട് എന്തായി, ഇവിടെ നവംബർ ബുക്സിൽ നമ്മൾ ബുക്ക് ചെയ്ത അക്രൂ ചെയ്ത 800 ഇവിടെ വന്നപ്പോൾ അത് റിവേഴ്സ് ചെയ്ത് 0 ആക്കി, ഒരു ഇമ്പാക്റ്റും ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സിൻസ് വി ഹാവ് ഓൾറെഡി റിസീവ്ഡ് ദ ബിൽ ഇൻ നവംബർ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആക്ച്വൽ ബില്ല് ജസ്റ്റ് ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ നവംബറിൽ നമുക്ക് ബില്ല് കിട്ടി, ആ ബില്ല് നമ്മൾ യൂട്ടിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അക്രൂവൽ ചെയ്യേണ്ടത്. അക്രൂവൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമായി വരുന്നത് അക്രൂവൽ ബേസിസിൽ ചെയ്യുന്ന കമ്പനികൾക്കാണ്. അപ്പോൾ മിക്കവാറും കമ്പനികൾ ഇപ്പോൾ അക്രൂവൽ ബേസിലാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് അവരുടെ എക്സാക്ട് പ്രോഫിറ്റ് ഒരു മന്തിൽ എത്രയാണ് വരുന്നത് എന്നുള്ളത് അറിയണം. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിപ്രീസിയേഷനും അക്രൂവൽ ഇൻട്രസ്റ്റും പ്രീപേയ്മെന്റ്സും അങ്ങനെ നമ്മൾ മുമ്പ് പഠിച്ച ബാക്കിയുള്ള കുറെ ടേംസ് ഉണ്ട്. ആ ടേംസ് എല്ലാം അക്രൂവൽ ബേസിസിൽ മാത്രമേ വരുള്ളൂ. ക്യാഷ് ബേസിസിലാണെങ്കിൽ ക്യാഷ് ഇൻ ക്യാഷ് ഔട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല. പക്ഷെ ഇന്ന് കൺവേർട്ടഡ് ആയി വരികയാണ് കമ്പനികളൊക്കെ. എല്ലാ കമ്പനികളും മിക്കവാറും എല്ലാ ബിസിനസ്സുകളും ഇന്ന് അക്രൂവൽ ബേസിസിലാണ്. കാരണം അക്രൂവൽ ബേസിസിലാണെങ്കിൽ നമുക്ക് എല്ലാ അസറ്റ്സും, നമ്മുടെ ബിസിനസ്സിലുള്ള എല്ലാ അസറ്റ്സും അക്കൗണ്ട് ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് ഒരു എക്സാക്ട് റിസൾട്ട്, മന്ത്ലി റിസൾട്ട് മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ റെഗുലേറ്ററി അതോറിറ്റികൾക്കോ പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ ദെൻ അതാണ് അക്രൂഡ് എക്സ്പെൻസസ്. ഓക്കെ, താങ്ക് യു.